ദൈവത്തിന് സ്തുതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയരെ, ദൈവസൃഷ്ടിയായ മനുഷ്യരായ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയും നാം അവന് പാർക്കാനുള്ള മന്ദിരവുമാകുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരിക്കൽ ഗുരുവിൻ്റെ ശിഷ്യനെ ഒരാൾ ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. അയാളുടെ ആക്ഷേപം കേട്ട് ശിഷ്യൻ അസഹിഷ്ണുവാനായി. അപമാനഭാരം താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ ശിഷ്യൻ രൂക്ഷമായി പ്രതികരിച്ചു. തൻ്റെ നേരെ തൊടുത്തുവിട്ട ആക്ഷേപ ശരങ്ങളെ ദുർബലമാക്കുന്ന അതിശക്തമായ ശരങ്ങൾ ശിഷ്യൻ പ്രയോഗിച്ചു. ശിഷ്യൻ പ്രത്യാരോപണ ശരങ്ങൾ തൊടുത്തുവിടാൻ ആരംഭിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന ഗുരു അവിടുന്ന് പോയി. അന്ന് വൈകുന്നേരം ഗുരുവിനെ കണ്ടപ്പോൾ ശിഷ്യൻ ചോദിച്ചു, എന്നെ അയാൾ നിർദ്ദയം അപമാനിച്ചത് കണ്ടിട്ടും അങ്ങ് ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഗുരു പ്രശാന്തനായി ഇങ്ങനെ പറഞ്ഞു, പ്രിയ ശിഷ്യ, താങ്കളെ അധിക്ഷേപിച്ച ആ മനുഷ്യൻ തികച്ചും പരുഷമായും ക്രൂരവുമായാണ് താങ്കളോട് പെരുമാറിയത്. താങ്കൾ അതിന് മറുപടി ഒന്നും പറയാതെ നിശബ്ദനായിരുന്നത് കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ 10 മാലാഖമാർ താങ്കളുടെ ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ താങ്കൾ അയാളോട് തിരിച്ചടിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ സ്ഥലം വിട്ടു. പിന്നെ ഞാനും അവിടെ നിന്നില്ല. പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് വസിക്കുവാനുള്ള ഇടം നമ്മുടെ ഹൃദയമാണ്. വിദ്വേഷം, പക, കലഹം മുതലായ മുൾപടർപ്പുകൾ നട്ടുവളർത്തുന്ന ഹൃദയത്തിൽ ദൈവം എങ്ങനെ വസിക്കും? ദൈവത്തിന് വസിക്കുവാൻ എന്ന പേരിൽ മനോഹരമായ ആലയം നിർമ്മിക്കുന്ന മനുഷ്യനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കും. ഹേ മനുഷ്യ, നീ കല്ലും സിമൻറ്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ശില്പസുന്ദരമായ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല എൻ്റെ വാസസ്ഥലങ്ങൾ. ഈ കെട്ടിടങ്ങളിലെ 4 ചുമരുകൾക്കുള്ളിൽ എന്നെ പ്രതിഷ്ഠിച്ച് പൂണ്ടിക്കുവാനാണ് നീ വെമ്പൽ കൊള്ളുന്നത്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കെട്ടിടം നിർമ്മിക്കുന്ന നീ എന്ന മന്ദിരത്തിൻ്റെ ഹൃദയമാകുന്ന ആലയത്തിൽ വസിക്കുവാനാണ്. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 1 കൊരിന്ത്യർ 3:16 എന്ന വാക്യത്തിൻ്റെ പ്രസക്തി. വിശുദ്ധ മത്തായി 8:20, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അതെ, ആ ഇടം നമ്മുടെ ഹൃദയമായിരിക്കുകയും ദൈവപുത്രന് വസിക്കുവാൻ നമ്മുടെ ഹൃദയമാകുന്ന ഇടം ഒരുക്കി കൊടുക്കുക കേവലം അധരപൂജ നിഷ്ഫലവും നിരർത്ഥവുമാണെന്നറിയണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്ന ജഡീക പ്രവർത്തികളെ അഗ്നിക്കിരയാക്കി അതിന് 22-23 വാക്യങ്ങളിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെ വിതയ്ക്കുവാനുള്ള നല്ല ഉഴവ് നിലങ്ങളായി നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തുവാൻ ഈ വിശുദ്ധ നോമ്പുകാലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി. ദൈവത്തിന് സ്തോത്രം.